ഹലോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ കിടക്കുവാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ രാവിലെ കറണ്ടില്ല, പിന്നെ എഴുന്നേറ്റ് ചോറ് വെച്ചു, സ്കൂളിൽ കൊണ്ടുപോകട്ടെ, അതുകൊണ്ട് ചോറ് രാവിലെ എണീറ്റ് വെച്ചു. അങ്ങനെ ചോറ് വെന്ത് വാർത്തു. ഇന്ന് കറിക്ക് മോര് കറിയാണ്, അതായത് പച്ചമോരില്ലേ, അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകില്ലേ, വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നാണ് കാന്താരി മുളക്. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ച് ഇതിൻ്റെ അകത്തേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതും സാമ്പാറും ഉണ്ട്. അതാണ് ഇന്നത്തെ കറി. പിന്നെ ടീച്ചർമാർ കൊണ്ടുവരും കറി, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും. ഇവിടെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അങ്ങനെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം, പിന്നെ കുളിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനിയും കിടക്കുന്നു. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. 2 കുപ്പിയിലാണ് കേട്ടോ വെള്ളം കൊണ്ടുപോകണേ, കാരണം ഇപ്പം നല്ല ചൂടാണ്. 2 കുപ്പിയിലൊന്നും വെള്ളം കൊണ്ടുപോയിട്ടൊന്നും എനിക്ക് തികയുന്നില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത്, അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് ആദ്യം ചെയ്യുന്നത് മുഖത്ത് മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ്. ആ ക്രീം ഹിമാലയയുടേതാണ്, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ശരി, നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകിക്കഴിഞ്ഞ് ഉടനെ നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീന് പോൺസിൻ്റെ ആണ്. ഇതിൽ നിയാസിനാമൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. SPF 50+ ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കിയത്. എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം സമയമില്ല, ചില സമയത്ത് മറന്നു വീഡിയോസ് എടുക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ എടുത്ത വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉപയോഗിക്കുന്നത് വാസലിൻ്റെ ബോഡി ലോഷനാണ്. അപ്പോൾ കൊക്കോയും ബട്ടറുമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും നമുക്ക്. ഒരുപാട് നേരമൊന്നും നിൽക്കത്തില്ല കേട്ടോ, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്, കൊക്കോ ബട്ടറിൻ്റെ. സൺസ്ക്രീൻ ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മുഖത്ത് ഡേ ക്രീം തേക്കുന്നത്. ഡേ ക്രീമും പോൺസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കാണാൻ മറക്കണ്ട, നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് റെഡി ആവണം, കാരണം 9 മണിയായി. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ പോകുന്നത് സ്കൂൾ ബസ്സിനാണ്. അപ്പോൾ ചിലപ്പോൾ ഡ്രൈവർ 9:20 ആകുമ്പോൾ വരും, ചിലപ്പോൾ 9:30 ആകുമ്പോൾ വരും, ചിലപ്പോൾ 9:35 ആകുമ്പോൾ വരും. അതുകൊണ്ട് ഏത് സമയത്താണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ റെഡി ആയിരുന്നില്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും. അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു, ഡ്രസ്സ് ഇട്ടു. നമ്മളിനി പോകാനുള്ള തിടക്കത്തിലാണ്. ഇനി ചെറിയ ചന്ദനക്കുരയൊക്കെ തൊട്ടാണ് പോകുന്നത് എല്ലാ ദിവസവും. പിന്നെ കുറച്ച് പെർഫ്യൂം വേണമെങ്കിൽ നമുക്ക് അടിക്കാം. എൻ്റെ കയ്യിൽ ഒരു പെർഫ്യൂം ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പെർഫ്യൂം ഉള്ളതുകൊണ്ട് പെർഫ്യൂം ഒന്ന് അടിക്കുവാണ്. അരമണിക്കൂറൊക്കെ ഇതിൻ്റെ സ്മെല്ല് നിൽക്കത്തുള്ളൂ കേട്ടോ, ഒരുപാട് ലാസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ബസ് വരുന്ന സമയമായി. അങ്ങനെ ലൈറ്റ് ഓഫാക്കി വാതിൽ അടയ്ക്കണം. അപ്പോൾ ബസ് വരാറായിട്ടുണ്ട്. നമ്മളൊരു വീടിൻ്റെ മുകളിലായിട്ട് 2 റൂം അവർ പണിതിട്ടുണ്ട്. അതിലൊരു റൂമാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിന് ആദ്യം ലോക്കൊന്നും ഇല്ലായിരുന്നു, പിന്നെ വാങ്ങിച്ചതാണ് ഞാൻ. ലോക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിലും പേര് നമുക്ക് ലോക്ക് വാങ്ങിച്ച് പൂട്ടിട്ട് പോകണതായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. റെഡ് കളർ ഷർട്ടും ചന്ദന കളർ പാൻറ്. ഇതാ അങ്ങന്നേ വരുന്ന കണ്ടോ എൻ്റെ സാരഥി. ഇന്ന് കറക്റ്റ് സമയത്താണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഷൂവിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത് സ്കൂൾ ബസ് എത്തി, സ്കൂൾ ബസ് കയറി. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിലെ കുട്ടികൾ. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള പിള്ളേരുണ്ട്. അങ്ങനെ നമ്മളെയും കൊണ്ട് നമ്മുടെ സാരഥി ഇതേ സ്കൂളിലെത്തി. അങ്ങനെ നമ്മൾ സാരഥിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഓഫീസ് റൂമിലേക്ക് കയറുകയാണ്. അവിടെ 2 മലയാളി ടീച്ചർമാർ ഇരിപ്പുണ്ട്. കണ്ടോ, ഞങ്ങൾ 3 പേരും ഇന്ന് സെയിം കളർ ഡ്രസ്സാണ്, ചുമല. പിന്നെ അസംബ്ലിയൊക്കെ കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് 3ാമത്തെ പീരീഡ് ഫ്രീ ആണ്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പീരീഡ് ടീച്ചർമാർക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ എനിക്ക് 3ാമത്തെ പീരീഡാണ് ഫ്രീ. ആ സമയത്ത് നമുക്ക് കുട്ടികളുടെ ബുക്ക് ചെക്ക് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 12 മണിക്കാണ് ഇവിടെ ഇൻ്റർവെല്ല്. ആ സമയത്ത് നമുക്ക് ചെറിയൊരു ഗ്ലാസ് ചായ കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം.
അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.